ജാസ്മിന് വൃത്തിയില്ല എന്ന് വേറെ ആര് പറഞ്ഞാലും ജാസ്മിന് പുല്ല് വിലയാണ്. പക്ഷേ ഗബ്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുക, മരണതുല്യം അങ്ങനത്തെ വേദനയാണ്. ഇന്ന് ലൈവിൽ ഗബ്രി പറയുവാണ്, എടി കുഴപ്പമൊന്നുമില്ല, കാരണം നീ ഇപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ, നീ വൃത്തി എന്താണെന്ന് പഠിച്ചില്ലേന്നു. ഒട്ടിന് ജാസ്മിന് മുഖമൊക്കെ മാറി തിരിഞ്ഞ് കിടക്കുകയാണ്. ഇവർ രണ്ടിനും കട്ടിലെ പുതച്ചു മൂടി കിടന്നാണ് ഈ സംസാരിക്കുന്നത്. അപ്പം മുഖമൊക്കെ മാറുന്നു. പിന്നെ ഗബ്രിയുടെ മുഖത്തിട്ട് നോക്കുന്നില്ല, ഗബ്രി പറയുന്ന മൈൻഡ് ചെയ്യുന്നില്ല. ഉടനെ ഗബ്രി എണീറ്റിരുന്നിട്ട് തുടങ്ങി. ഇതാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയല്ല. നിനക്ക് വൃത്തിയില്ലെന്നല്ലല്ലോ പറഞ്ഞത്. ഇപ്പം നീ തുമ്മുന്നത് ഒരു ബോധമില്ലാണ്ട് എവിടെ ഇരുന്നാലും നീ അങ്ങോട്ട് തുമ്മിക്കളയും. തുമ്മുന്നതിൻ്റെ മാനേഴ്സൊക്കെ നീ പഠിച്ചില്ലേ? അതുപോലെ നീ ചെരുപ്പിടാണ്ടല്ലേ നടന്നുകൊണ്ടിരുന്നത്, നീ ചെരുപ്പിട്ട് നടക്കാൻ പഠിച്ചില്ലേ? അതൊന്നും ഞാൻ തെറ്റാണെന്നല്ല പറയുന്നത്, നിന്നിൽ വന്ന നല്ല നല്ല മാറ്റങ്ങളാണത്. പക്ഷേ ജാസ്മിൻ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാസ്മിൻ മുഖമൊക്കെ മാറ്റി വേറെ സ്ഥലത്തോട്ട് നോക്കി കിടക്കുകയാണ്. ഗബ്രി പറയുന്നതിന് ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എടി നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായാൽ അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു കുറവാണെങ്കിൽ അത് പറഞ്ഞു തരുമ്പോൾ അത് ശരിയാണെന്ന് പറയാൻ പഠിക്കണം. അല്ലാണ്ട് നീ ഇത് എന്തെങ്കിലും ഒരാൾ നിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, നിൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചാൽ നീ ചാടിക്കടിക്കാനല്ല ചെല്ലേണ്ടത്. നീ ഇപ്പം അതൊക്കെ മാറ്റം ഉണ്ടാക്കിയില്ലേ, നീ ഇപ്പം നല്ല രീതിയിലല്ലേ. അതുപോലെ നിൻ്റെ സംസാരം, ഈ ചാടിക്കടിക്കുന്ന സംസാര രീതി, നിൻ്റെ ഓവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം മാറ്റം വന്നില്ലേ. നീ ഇപ്പം നല്ല രീതിയിലല്ലേ എല്ലാവരോടും സംസാരിക്കുന്നത്, നേരത്തെയൊക്കെ എന്തായിരുന്നു എന്ന്. ഇതെല്ലാം കൂടി ഗബ്രിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ജാസ്മിന് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ട് നീ സംസാരിക്കാൻ പഠിച്ചില്ലേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് അവസാനം. അതും കൂടി കേട്ടപ്പോൾ തൃപ്തിയായി ജാസ്മിന്. കാരണം ഇതിനു മുമ്പ് ഒന്നും അപ്പം മാന്യമായിട്ടല്ല സംസാരിച്ചുകൊണ്ടിരുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം. സത്യത്തിൽ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഗബ്രി ജാസ്മിനോട് തന്നെ തുറന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയായിരുന്നു. നീ ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു ജാസ്മിൻ, ഇപ്പോഴാണ് നീ മാറിയതെന്ന്. എന്താണെങ്കിലും ജാസ്മിന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഗബ്രി.